ഹായ് ഡിയർ ഫ്രണ്ട്സ്, കണ്ണൂരോളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ക്ഷമിക്കുക, എൻ്റെ ജലദോഷം കൊണ്ട് എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞാനിന്ന് കണ്ണൂരുള്ള ഒരു സംഭവമല്ല എൻ്റെ വീഡിയോയിലുള്ളത്. ഞാൻ 3 ദിവസം കോയമ്പത്തൂരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോയമ്പത്തൂരുള്ള ആദിയോഗിൻ്റെ സ്റ്റാച്യു കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ വെള്ളിയാങ്കരി മലകളുടെ താഴ്വരയിൽ ഈശ ഫൗണ്ടേഷൻ്റെ ആണ് ഈ സ്റ്റാച്യു. കോയമ്പത്തൂരിലുള്ള ഈശ യോഗ സെൻറ്ററിലാണ് ഈ സ്റ്റാച്യു ഉള്ളത്. എനിക്ക് കുറേ ആൾക്കാരുടെ ഫോട്ടോസിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഈ സ്റ്റാച്യു. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എനിക്കും ആ പ്രതിമയൊന്ന് കാണണമായിരുന്നു എന്ന്. അങ്ങനെയാണ് നമ്മൾ കോയമ്പത്തൂർ എത്തിയപ്പോൾ ഈ സ്റ്റാച്യു കാണാനായിട്ട് പോയത്. ഇത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തേക്കുള്ള വഴിയിൽ കൂടി പോവുകയാണ്. നല്ല മഴയാണ്. ഇതാണ് ബാക്കിൽ നിന്നുള്ള സ്റ്റാച്യുവിൻ്റെ ഒരു വ്യൂ. ഇത് ശിവഭഗവാന്റെ ആ ജട കാണുന്ന ആ ഒരു വ്യൂ ആണ്, ബാക്കിലുള്ള വ്യൂ. ഇതുവഴി ഞാൻ ഈ സൈഡിൽ നിന്നുള്ള ആ ഒരു അതിൻ്റെ വലിപ്പം ഞാനൊന്നും ഫോട്ടോയിൽ കാണുമ്പോൾ ഇത്രയും ഒരു വലിപ്പം പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയിൽ കാണുന്നവർക്ക് അത് മനസ്സിലാവണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി സൈഡ് മൊത്തം ഞാൻ വീഡിയോ എടുത്തതാണ്. പക്ഷേ ഈ വീഡിയോയിൽ പോലും നമുക്കത് അവിടെ എത്തിയാൽ കാണുന്ന ഒരു വലിപ്പം ഇതിൽ ഊഹിക്കാനേ പറ്റില്ല. 112 അടിയാണ് ഈ സ്റ്റാച്യുവിൻ്റെ ഉയരം വരുന്നത്. യോഗ സംസ്കാരത്തിലെ ശിവനെ ആദ്യത്തെ യോഗിയായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിമ ഈ ഈശ യോഗ സെൻറ്ററിൽ ഇങ്ങനെ ശിവൻ്റെ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിക്കാൻ തന്നെ കാരണം. 2017 ശിവരാത്രിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഈ സ്റ്റാച്യു ഇനോഗ്രേറ്റ് ചെയ്തത്. ഇതിൻ്റെ ഉയരം 112 അടിയാണ്. 112 അടി എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ 112 ചക്രങ്ങളെയാണത്രേ. പിന്നെ നമ്മളവിടെ എത്തുമ്പോൾ നല്ല മഴയായിരുന്നു. അന്ന് മാത്രമല്ല 3-4 ദിവസമായിട്ട് നല്ല മഴ ഉള്ള ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറേ കൂടി നടക്കാനുണ്ട്, കുറച്ച് നല്ല ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നല്ല മഴയായത് കാരണം, മഴ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള മഴയില്ല, പക്ഷേ മഴ നല്ലോണം വരുന്നുണ്ട്, പിന്നെ പെട്ടെന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം നടക്കാൻ നമ്മൾ പിന്നെയും ഓടി വന്ന് ഒരു ഷെഡുണ്ട്, അവിടെ കയറി നിൽക്കേണ്ടതായിട്ട് വന്നു. ഒരുപാട് തവണ അങ്ങനെ ചെയ്തു. മഴ മാത്രമല്ല, നല്ല കാറ്റാണ്. കുട പിടിച്ചിട്ട് പോലും നടക്കാൻ പറ്റില്ല. കുടയെല്ലാം മേലോട്ടേക്ക് ഇങ്ങനെ ഒടിഞ്ഞ് മേലോട്ടേക്ക് പറന്നു പോകുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ സിറ്റുവേഷൻ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയെല്ലാം പറയുന്നത്. അങ്ങനെ നമ്മൾ തണുത്ത് വിറച്ചിരിക്കുന്ന ആ സമയത്ത് അവിടെ സ്നാക്സ്, നല്ല ചൂടുള്ള സ്നാക്സ് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ മഴക്കെന്തായാലും അങ്ങോട്ടേക്ക് നടന്നു പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്നാക്സ് കഴിച്ചു. വീണ്ടും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മഴ, അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. ഇതുവഴി അങ്ങോട്ടേക്കാണ് നടന്നു പോകേണ്ടത്. അങ്ങ് കാണുന്നതാണ് സ്റ്റാച്യു. പിന്നെ നമ്മളിങ്ങനെ മിണ്ടിയും പറഞ്ഞും ഇതുപോലെ അങ്ങനെ നടന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു, അത്രയും അധികം ആൾക്കാരുണ്ടായിരുന്നു. കുറേ ആൾക്കാർ മഴ നനഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ഫോട്ടോ ഇല്ലേ, അത് കുറേ ആൾക്കാർ അങ്ങനെ പോസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും തോന്നി എനിക്ക് കൊടുക്കണം. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെയുള്ള ഫോട്ടോ എടുത്തു. ഇങ്ങനെ തൊഴുന്ന് ശിവൻ്റെ സ്റ്റാച്യു നമ്മളെ കൈൻ്റെ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു രീതിയിലുള്ള ഫോട്ടോസൊക്കെ എടുത്തു. രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ഇവിടെ എൻട്രി ഉണ്ട്. നിങ്ങൾ ബസ്സിനോ അല്ലെങ്കിൽ ട്രെയിനിനോ വരികയാണെങ്കിൽ ഗാന്ധിപുരത്ത് നിന്ന് ഓരോ 30 മിനിറ്റിലും ഈശ സെൻറ്ററിലേക്ക് എത്തുന്ന ബസ്സുണ്ട്. ആ ബസ്സിന് വന്നാൽ ഇവിടെ എത്താം. അഥവാ കാറിലോ അല്ലെങ്കിൽ ടാക്സി പോലെയുള്ള വാഹനങ്ങളിലാണ് വരുന്നതെങ്കിൽ മാപ്പ് ഇടുന്നതായിരിക്കും നല്ലത്. ലോകത്തിലെ ഏറ്റവും വലിയ ബസ്റ്റ് സ്കൾപ്ചറിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള പ്രതിമയാണിത്. നമ്മൾ ഫോട്ടോയിലൊന്നും കാണുന്നത് പോലെയോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നുമല്ല. അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന അത്രയുള്ള ഒരു ചൈതന്യവും വലിപ്പവും അതിനുണ്ട്. ഈ പ്രതിമ പ്ലാൻ ചെയ്യാൻ വേണ്ടി 2 വർഷം എടുത്തു, പക്ഷെ പണി പൂർത്തീകരിക്കാൻ 8 മാസം എടുത്തു എന്നാണ് പറയുന്നത്. വല്ലാത്തൊരു ഫീലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അവിടെ. നല്ലൊരു കാറ്റും തണുപ്പും ഒരു ചൈതന്യം, ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെ അവിടെ ഉണ്ട്. നമ്മൾ പോയത് ഉച്ച സമയത്തായിരുന്നു. രാത്രി ഇവിടെ ലേസർ ലൈറ്റുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനെന്ന് പറഞ്ഞറിഞ്ഞു. പക്ഷെ നമുക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് വരാനുള്ള ആവശ്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സ്റ്റാച്യു മാത്രം കണ്ടിട്ട് വരും. അവിടെയുള്ള വേറെ ഒന്നും കാണാൻ നമുക്ക് സമയം ഉണ്ടായിട്ടില്ല. സ്റ്റാച്യു മാത്രം കണ്ടിട്ട് തിരിച്ചു വരികയുണ്ടത്. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ശിവരാത്രിക്ക് ഇവിടെ ഫുള്ള് ലൈറ്റ് പ്രോഗ്രാമാണ്. എല്ലാം ശിവൻ്റെ ഈ ആദിയോഗീൻ്റെ ഈ പ്രതിമേൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് എല്ലാ ലൈറ്റ് ഷോവും നടക്കുന്നത് എന്നാണ് അറിഞ്ഞത്. അന്ന് നിറച്ച ആൾക്കാരായിരിക്കും അത്രേ.
ഇനിയും ഈശായോഗ സെൻറ്ററിനെ കുറിച്ചും മറ്റും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. പക്ഷേ എൻ്റെ സമയപരിധി കാരണം അത് സാധിച്ചില്ല. എങ്കിലും ഈ സ്റ്റാച്യു കാണാനും അവിടെ പോകാനും സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. തീർച്ചയായും മറ്റൊരു വിശേഷവുമായി ഞാൻ നാളെ വരും. താങ്ക് യു.